പാലായിൽ എക്യുമെനിക്കൽ സമ്മേളനം ചേർന്ന് ക്രൈസ്തവ സഭകൾ. പൊതുവിദ്യാഭ്യാസ എയ്ഡഡ് മേഖലയിൽ ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രതിസന്ധികളും മറ്റ് ആനുകാലിക സാമുദായിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനാണ് എക്യുമെനിക്കൽ സമ്മേളനം വിളിച്ചു ചേർത്തത്. സംവരണ വിഷയത്തിലെ സഭയുടെ ആശങ്ക പൂർണ്ണമായി നീങ്ങിയിട്ടില്ലെന്നും സമ്മേളനം അറിയിച്ചു. ക്രൈസ്തവ സഭകളെ ബാധിക്കുന്ന പൊതുവിദ്യാഭ്യാസ എയ്ഡഡ് മേഖലയിലെ പ്രതിസന്ധികളും മറ്റ് ആനുകാലിക ക്രൈസ്തവ സഭകളുടെയും സമുദായങ്ങളുടെയും വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനായി എക്യുമെനിക്കൽ സമ്മേളനം ചേർന്നു. പാലാ ബിഷപ്പ് ഹൌസിൽ ചേർന്ന യോഗത്തിൽ എപ്പിസ്കോപ്പൽ സഭകളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ മുഖ്യസ്ഥാനീയനായി നടത്തപ്പെട്ട യോഗത്തിൽ ബിഷപ്പ്മാർ ജോസഫ് കല്ലറങ്ങാട് അധ്യക്ഷനായി. സംവരണ വിഷയത്തിൽ സഭയ്ക്ക് ആശ്വാസമായി എന്ന നിലപാട് സഭയ്ക്കില്ലെന്നും നീതി നടപ്പിലാകും വരെ ആശങ്ക നിലനിൽക്കുന്നുവെന്നും പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ സമ്മേളനത്തിൽ പറഞ്ഞു. ക്രൈസ്തവര് പാർശ്വവൽക്കരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരാശങ്ക ഇവിടെ വന്ന എല്ലാ പിതാക്കന്മാരും ക്രിസ്തീയ നേതാക്കന്മാരും പ്രകടിപ്പിക്കുകയുണ്ടായി. NSSന് ലഭിച്ചിരിക്കുന്ന പോലെ എന്ന് ഉള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടാത്തിടത്തോളം കാലം സഭയ്ക്ക് അതിൽ ആശങ്കയുണ്ട്. വിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവ സമൂഹം പാർശ്വവൽക്കരിക്കപ്പെടുന്ന സാഹചര്യം ആശങ്കാജനകമെന്ന് സമ്മേളനം വിലയിരുത്തി. സീറോ മലബാർ എക്യുമെനിക്കൽ വിദ്യാഭ്യാസ കമ്മീഷനുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന പ്രസ്തുത യോഗത്തിൽ വിവിധ എപ്പിസ്കോപ്പൽ സഭകളുടെ വിദ്യാഭ്യാസത്തിനും സഭൈക്യത്തിനും ആയുള്ള ചുമതലകൾ നിർവഹിക്കുന്ന ബിഷപ്സും വൈദികരും ആത്മായ പ്രതിനിധികളും പങ്കെടുത്തു. ഭിന്നശേഷി നിയമനവുമായി ബന്ധപ്പെട്ട് അഭിനന്ദ ബാവ തിരുമേനി പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് ക്രൈസ്തവ സമൂഹത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികാരം, ഇവിടെ ഗൗരവമായൊരു നീതി നിഷേധം നടന്നിട്ടുണ്ട്. ഭാരതത്തിന്റെ മഹത്തായ ഭരണഘടനയും പൗരന്മാർക്കുള്ള തുല്യതയും ക്രൈസ്തവ സമൂഹത്തിന് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. വള്ളുരുത്തിയിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ അതേത് സ്വഭാവത്തിലുള്ളതാണ്, അതിന്റെ പ്രേരണ എന്താണ്, അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്താണ്, ഈ വിഷയങ്ങളെ കുറിച്ച് ഗൗരവമായി പഠിക്കാൻ യോഗം തീരുമാനിച്ചു. ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ അടിക്കടിയായി ഉണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് പിന്നിലുള്ള കാരണങ്ങൾ പഠിക്കുമെന്നും JB കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുകയും റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും വേണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. വിവിധ സഭകളിൽ നിന്നായി 11 മെത്രാന്മാരും വിവിധ കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസികളുടെ സെക്രട്ടറിമാർ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രകാശ് P. തോമസ്, വിവിധ സഭകളുടെ വൈദിക ആത്മായ പ്രതിനിധികൾ തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു. ഷിക്കീന ന്യൂസ്, കോട്ടയം.